പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അനന്തകാരുണ്യത്തിനോടമായ കർത്താവെ, ഞാൻ അങ്ങയെ സ്തുതിച്ചാരാധിച്ച് മാത്രത്തെ അങ്ങേക്ക് നന്ദി പറഞ്ഞു. പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ അമലോത്ഭവ തിരുനാൾ ആഘോഷിക്കുവാൻ ഞങ്ങൾക്ക് നൽകിയ കൃപയെ ഓർത്തുകൊണ്ട് ഞാൻ അങ്ങയെ സ്തുതിച്ചാരാധിച്ച് മാത്രത്തെ അങ്ങേക്ക് നന്ദി പറയും. കാരുണ്യവാനായ കർത്താവെ, അങ്ങയുടെ അനന്തമായ കൃപയുടെ ഒരടയാളമാണ് പരിശുദ്ധ കന്യാമറിയം. പാപരഹിതയായ അവളെ പ്രത്യേകമായി സംരക്ഷിക്കുകയും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരു രക്ഷകനെ പ്രദാനം ചെയ്യുവാൻ തക്കവിധം അവളെ ഒരുക്കുകയും ചെയ്ത കാരുണ്യവാനായ കർത്താവെ, അവൾ അങ്ങേക്ക് സമ്മതം നൽകുമ്പോൾ അങ്ങേ അവളിൽ ചൊരിഞ്ഞ കൃപകൾക്ക് അവൾ ഉത്തരം നൽകുകയാണ്. ഇതാ കർത്താവിൻ്റെ ദാസിയെന്ന് അവൾ പറഞ്ഞുകൊണ്ട് സമ്പൂർണ്ണമായിട്ടും അങ്ങേക്ക് വിട്ടു തന്നപ്പോൾ അവിടെ നിന്നാണ് സർവത്തിൻ്റെയും ഉടയവനെന്ന് അവൾ ഏറ്റു പറഞ്ഞപ്പോൾ, ദരിദ്രരെ സഹായിക്കുന്നവൻ അങ്ങ് തന്നെയാണെന്നും എൻ്റെ ആത്മാവ് എപ്പോഴും അങ്ങേ വാഴ്ത്തുന്നുവെന്ന് അവൾ വാഴ്ത്തിപ്പാടിയപ്പോൾ, കാരുണ്യവാനായ കർത്താവേ, അവൾ അങ്ങേ മഹത്വപ്പെടുത്തുകയായി. ഇന്ന് ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഒന്നുചേർന്ന് മഹത്വപ്പെടുത്തി ആരാധിച്ച് സൂക്ഷിച്ച് മഹത്വപ്പെടുന്ന നന്ദി പറയുന്നു. ഈ തന്ന എല്ലാ കൃപകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും നന്ദി പറയുകയും ചെയ്യും. കാരുണ്യവാനായ കർത്താവേ, ഈ പരിശുദ്ധ അമ്മയിലൂടെ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ മാധ്യസ്ഥനും നന്ദി പറഞ്ഞു അങ്ങേ മാതൃ. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 2 പ്രാവശ്യമാണ് പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ഇടപെടൽ കാണുവാൻ കഴിയുക. ഒന്ന് കാനായിലെ കല്യാണവേള, മനുഷ്യൻ്റെ കുറവുകൾ പരിഹരിക്കുവാൻ ഇടപെടണമേ എന്നുള്ള അവളുടെ പ്രാർത്ഥന. 2, ഇതാ നിൻ്റെ അമ്മയെന്ന് പറയുവാൻ തക്കവിധം കുരിശിൻ ചുവട്ടിലും നിന്നോടൊപ്പം ആയിരുന്നുകൊണ്ട് നിൻ്റെ സങ്കടങ്ങളും ദുഃഖങ്ങളും ഏറ്റുവാങ്ങുമ്പോഴും മനുഷ്യകുലത്തിന് വേണ്ടി അത് സഹിക്കുവാനായിട്ട് പ്രേരിപ്പിച്ചുകൊണ്ട് കുരിശിൻ ചുവട്ടിൽ നിന്ന അമ്മയുടെ സാന്നിധ്യത്തെ ഞങ്ങളോട്. കാരുണ്യവാനായ കർത്താവേ, ഇന്നേ ദിനത്തെ സമ്പൂർണ്ണമായിട്ടും സമർപ്പിച്ചുകൊണ്ട് അങ്ങേ ആരാധിച്ച് സ്തുതിച്ച് മാത്രപ്പെടുത്തി അങ്ങേക്ക് നന്ദി. എൻ്റെ കരുണയും എൻ്റെ സ്നേഹവും ചൈന്യവും ഇന്നേ ദിവസം ഞങ്ങളെല്ലാവർക്കും പകർന്നു കൊടുക്കുവാൻ തക്കവിധം ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണമേ, വിശുദ്ധീകരിക്കണമേ, ആത്മാവിനാൽ നയിക്കണം. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോ ആരാധന. ഇന്ന് നൽകിയ ഈ നല്ല ദിവസത്തെ അങ്ങയുടെ പാദാന്ത്യത്തിൽ സമർപ്പിച്ചുകൊണ്ട് അങ്ങേ ആരാധിച്ച് സ്തുതിച്ച് മാത്രപ്പെടുത്തി അങ്ങേക്ക് നന്ദി.